നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൗമാര പ്രതിഭകളുടെ കായിക മാമാങ്കത്തിന് കുന്നംകുളത്ത് തുടക്കമായി. പുതിയ വേഗവും ദൂരവും ഉയരവും തേടി 12 ഉപജില്ലകളിൽ നിന്നായി കായിക മാമാങ്കത്തിൽ മാറ്റുരയ്ക്കുന്നത് 4000-ഓളം പ്രതിഭകൾ. ആദ്യ ദിനം തൃശൂർ ഈസ്റ്റ് പോയിന്റ് നിലയിൽ മുന്നിൽ, ചാലക്കുടി തൊട്ടുപിന്നിൽ. കനത്ത മഴയെയും വെളിച്ചക്കുറവിനെയും തുടർന്ന് ആദ്യ ദിനത്തിലെ 5 മത്സരങ്ങൾ രണ്ടാം ദിവസത്തേക്ക് മാറ്റി. റവന്യൂ ജില്ലാ കായികമേള നിസ്സഹകരണ സമരത്തിന്റെ ഭാഗമായി കായികോത്സവ വേദിയിലേക്ക് സംയുക്ത കായിക അധ്യാപക സംഘടനയുടെ മാർച്ച്. കായികോത്സവവുമായി സഹകരിക്കുമെന്നും തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരുമെന്നും സംയുക്ത കായിക അധ്യാപക സംഘടനാ ഭാരവാഹികൾ. വടക്കാഞ്ചേരി കുന്നംകുളം റൂട്ടിലെ സ്വകാര്യ ബസ് പണിമുടക്ക് അവസാനിപ്പിച്ചു. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ കുന്നംകുളം ACP CR സന്തോഷിന്റെ നേതൃത്വത്തിൽ ബസ് ജീവനക്കാരുടെ സംഘടനാ ഭാരവാഹികളുമായി നടന്ന ചർച്ചയിലാണ് തീരുമാനം. വിശദമായ വാർത്തയിലേക്ക്. റവന്യൂ ജില്ലാ സ്കൂൾ കായികോത്സവത്തിന് തുടക്കം. കൗമാര പ്രതിഭകളുടെ കായിക മാമാങ്കത്തിന് കുന്നംകുളത്ത് തുടക്കമായി. പുതിയ വേഗവും ദൂരവും ഉയരവും തേടി 12 ഉപജില്ലകളിൽ നിന്നായി 4000-ഓളം പ്രതിഭകളാണ് മാറ്റുരയ്ക്കുന്നത്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കുന്നംകുളത്തെ സിന്തറ്റിക് ട്രാക്കിലും ഫീൽഡിലുമായി തീപിടിക്കും പോരാട്ടങ്ങൾക്കാണ് തുടക്കമായത്. രാവിലെ ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ T. രാധ മേളയ്ക്ക് തുടക്കം കുറിച്ച് പതാക ഉയർത്തി. തുടർന്ന് നടന്ന ചടങ്ങിൽ മുൻ കായിക വകുപ്പ് മന്ത്രിയും സ്ഥലം MLAയുമായ AC മൊയ്തീൻ കായികോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കായിക അധ്യാപകരുടെ ആവശ്യങ്ങൾ ന്യായമാണെന്നും നയപരമായ വിഷയമായതിനാൽ സർക്കാർ അനുഭാവപൂർവമായ നടപടികൾ സ്വീകരിക്കുമെന്നും കായികമേളയുമായി അധ്യാപകർ പൂർണ്ണ മനസ്സോടെ സഹകരിക്കണമെന്നും MLA ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ സർക്കാർ പരിഗണിക്കണം എന്നുകൂടി അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. സംഘടനാപരമായി നിങ്ങൾ ഉന്നയിച്ച കാര്യങ്ങളിൽ പ്രൊട്ടക്ഷൻ തരാൻ സർക്കാർ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. 300-ഒരാൾ എന്ന രീതിയിലുള്ള പ്രൊട്ടക്ഷൻ. മറ്റു നിങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യം അതൊരു സ്ഥിരം സംവിധാനമാക്കണം. ഇപ്പോഴുണ്ടായ പ്രൊട്ടക്ഷന് പുറമെ കായിക അധ്യാപകർക്ക് പരിഗണന വേണം, 300 എന്നുള്ളത് സ്ഥിരമാക്കണം എന്നുള്ള കാര്യമാണ്. സർക്കാർ അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ളതല്ല. അതിനെക്കുറിച്ച് നയപരമായി തീരുമാനിച്ച അഭിപ്രായങ്ങൾ ഉണ്ടാവേണ്ടതാണ്. പുതിയ പോസ്റ്റ് ക്രിയേഷനൊക്കെ ആവുമ്പോൾ LDF ചർച്ച ചെയ്യണം. അത്തരമൊരു ആവശ്യം കേരളത്തിന്റെ കായിക വളർച്ചയ്ക്ക് കൂടി അനിവാര്യമാണെന്ന് കരുതുന്നവരാണ് ഞങ്ങളെല്ലാവരും. സമയബന്ധിതമായി നമുക്ക് ഈ പരിപാടി പൂർത്തീകരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ അവകാശങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതിഷേധം നിങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഈ മേള നടത്താൻ നിങ്ങളുടെ എല്ലാ പിന്തുണയും ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് നിങ്ങളോട് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കാൻ കൂടി ഈ സന്ദർഭം പ്രയോജനപ്പെടുത്തി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് കായികമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PM ബാലകൃഷ്ണൻ, കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ A. മൊയ്തീൻ, വാർഡ് കൌൺസിലർ ബിജു C. ബേബി, ഡോക്ടർ സതീഷ് DJ, തൃശൂർ അക്കാദമിക് കോർഡിനേറ്റർ TM ലത, ബോയ്സ് സ്കൂൾ പ്രിൻസിപ്പൽ PI റിസിയ, PTA പ്രസിഡന്റ് P. വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ, ആൺ-പെൺ വിഭാഗങ്ങളിൽ 98 ഇനങ്ങളിലാണ് മേളയിൽ ആകെ മത്സരങ്ങൾ നടക്കുന്നത്. ആദ്യ ദിവസം ജംപ്, ഷോട്ട് പുട്ട്, ജാവലിൻ ത്രോ എന്നിവയ്ക്ക് പുറമെ വിവിധ സ്പ്രിന്റ് ഇനങ്ങളിലും മത്സരം നടന്നു. രണ്ടാം ദിനമായ വെള്ളിയാഴ്ച രാവിലെ ക്രോസ് കൺട്രി ആൺകുട്ടികളുടെ വിഭാഗത്തിലെ മത്സരം വെള്ളറക്കാട് വില്ലേജ് ഓഫീസിന് മുന്നിൽ നിന്നും, പെൺകുട്ടികളുടെ മത്സരം മരത്തംകോട് ബഹ്റിൻ പാലസിന് മുന്നിൽ നിന്നും ആരംഭിക്കും. കാലാവസ്ഥ അനുകൂലമായതും കായിക അധ്യാപകർ പ്രതിഷേധത്തോടൊപ്പം മേളയുമായി സഹകരിച്ചതും സംഘാടകർക്ക് ആശ്വാസമായി. റവന്യൂ ജില്ലാ കായികമേള നിസ്സഹകരണ സമരത്തിന്റെ ഭാഗമായി കായികോത്സവ വേദിയിലേക്ക് സംയുക്ത കായിക അധ്യാപക സംഘടനയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. പോലീസ് സ്ഥലത്തുണ്ടായിരുന്നുവെങ്കിലും സംഘാടക സമിതി ചെയർമാൻ കൂടിയായ MLA AC മൊയ്തീൻ ഇടപെട്ട് രംഗം ശാന്തമാക്കിയതോടെയാണ് ആശങ്ക ഒഴിഞ്ഞത്. İnkılap, 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 zindabad.
രാവിലെ പതാക ഉയർത്തലിനും ഉദ്ഘാടന ചടങ്ങിനും തൊട്ടുമുൻപാണ് കായിക അധ്യാപകർ ട്രാക്കിൽ മുദ്രാവാക്യം വിളികളോടെ പ്രതിഷേധ സമരം നടത്തിയത്. പതാക ഉയർത്തലിനും ഉദ്ഘാടന ചടങ്ങിനുമായി MLA ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടും പ്രതിഷേധം തുടർന്നതോടെ ആശങ്ക ഉയർന്നു. സമരം മുൻകൂട്ടി കണ്ട് പോലീസ് സംഘവും സ്ഥലത്തുണ്ടായിരുന്നു. എന്നാൽ MLAയുടെ ഇടപെടലിനെ തുടർന്ന് പ്രതിഷേധക്കാർ ട്രാക്കിനു പുറത്തേക്ക് പോവുകയായിരുന്നു. വിഷയം നയപരമായി പരിഹരിക്കേണ്ടതായതിനാൽ സർക്കാർ ഇടതുമുന്നണിയുമാണ് വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്നും അക്കാര്യത്തിൽ അനുഭാവപൂർണമായ നടപടി ഉണ്ടാകുമെന്നും MLA പ്രതിഷേധക്കാരെ അറിയിച്ചു. മേള സുഗമമായി നടക്കുമെന്ന് MLA CCTVയോടും പറഞ്ഞു. ഈ തസ്തികതയുമായി ബന്ധപ്പെട്ട കായിക അധ്യാപകരുടെ വലിയ പ്രതിഷേധവും സമരത്തിന്റെ കഴിഞ്ഞ 12 ഉപജില്ലകളുടെ കായികമേളയിൽ നിറം കെടുത്തിയിരുന്നു. ഇവിടെ കാര്യമായ പ്രശ്നങ്ങളില്ലെങ്കിൽ പോലും തുടക്കത്തിൽ അവർ പ്രതിഷേധ മാർച്ചും സമരമായി മുന്നോട്ട് വന്നിരുന്നു. ഇത് ഈ 3 ദിവസത്തെ മേളയെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ? ഞാനിതിനെ കാണുന്നത് കായിക അധ്യാപകർ അവരൊരു ആവശ്യം ഉന്നയിക്കുന്നു. അത് അവർക്ക് ഉന്നയിക്കാൻ സംഘടന എന്നുള്ള നിലയ്ക്ക് ജനാധിപത്യ അവകാശമുണ്ട്. കായിക മേഖലയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സർക്കാരാണത്. എല്ലാ പഞ്ചായത്തിലും ഇപ്പോൾ ഒരു കളിക്കളമായിട്ടുണ്ട്. ഇനി കായിക അധ്യാപകരുടെ വിഷയം ഒരു ഘട്ടത്തിൽ ഇതിൻ്റെ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പോൾ 2 സ്കൂളുകളെ ചേർത്ത് നിലവിലുള്ള അധ്യാപകരുടെ പോസ്റ്റ് നഷ്ടപ്പെടാത്ത രീതിയിൽ നമ്മൾ ക്രമീകരണം ഉണ്ടാക്കിയിട്ടുണ്ട്. അവരാവശ്യപ്പെടുന്നത് അത് തുടരണം, 300-1 എന്ന രീതിയിലാവണം എന്നാണ്. ഗവൺമെൻറ് ഈ കാര്യം അവരുടെ സംഘടനകളുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അത് ചർച്ച ചെയ്ത് നയപരമായൊരു തീരുമാനമെടുത്ത് നടപ്പാക്കാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ പൂർണ്ണ ഡീറ്റെയിൽ എൻ്റെ കയ്യിലില്ല. കായിക മേഖലയ്ക്ക് വളരെ ഗൗരവപ്പെട്ട പ്രാധാന്യം ഗവൺമെൻറ് കൊടുക്കുമ്പോൾ സ്കൂളുകളിൽ നിന്ന് അതിൻ്റെ ചെറുപ്രായത്തിൽ നിന്ന് അത് തുടങ്ങണം. അതാണ് സ്പോർട്സ് ഒളിമ്പിക്സ് എന്നുള്ള പേര് തന്നെ കൊടുത്തത്. അങ്ങനെ ഒരു പേര് കൊടുത്ത കാര്യത്തിൽ അവരുന്നയിക്കുന്ന ആവശ്യങ്ങൾ കൂടി അവരുന്നയിക്കുന്നത് മാത്രമല്ല, രക്ഷിതാക്കളും ആഗ്രഹിക്കുന്നുണ്ട് കായിക അധ്യാപകരുണ്ടാവണമെന്ന്. ആ കാര്യം സർക്കാരിൻ്റെ മുമ്പിൽ അവർ ഉന്നയിച്ചതാണ്. ആ കാര്യത്തിൽ ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഞാനും മന്ത്രിയുടെയും ഗവൺമെൻറ് ശ്രദ്ധയിലേക്ക് കാര്യങ്ങൾ പെടുത്തും. കായികോത്സവവുമായി സഹകരിക്കുമെന്നും എന്നാൽ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരുമെന്നും സംയുക്ത കായിക അധ്യാപക സംഘടനാ ഭാരവാഹികൾ വ്യക്തമാക്കി. കായിക അധ്യാപകരുടെ നിസ്സഹകരണ സമര ഭീഷണിക്ക് നടുവിലാണ് കുന്നംകുളത്ത് നടക്കുന്ന റവന്യൂ ജില്ലാ കായികോത്സവം തുടക്കമായത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന 12 ഉപജില്ലകളിലെയും കായിക മേളകളിൽ പലയിടത്തും പല തർക്കങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ഇവരുടെ ആവശ്യങ്ങൾ ഇവർ പറയും. എന്താണ് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ? തങ്ങളുടെ കുട്ടികളോടൊപ്പം കായികാധ്യാപകർ ഉണ്ടാകണം എന്നുള്ള ഒരു ആഗ്രഹത്തോടുകൂടി സബ് ജില്ലാ തലത്തിലും ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും മികച്ച വിജയം ഇവർക്ക് കൊണ്ടുവരാൻ സാധിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് എല്ലാ കായികാധ്യാപകരും ഇവിടെ അണിനിരന്നിട്ടുള്ളത്. ഇതൊരു സമരമല്ല, ഇതൊരു സമരമുറയല്ല. ഇത് മേളകൾ നടത്തിക്കൊടുക്കുന്നതിൽ നിന്നും കായികാധ്യാപകർ ഒന്ന് വിട്ടുനിന്നുകൊണ്ട് ഒരു ഓർമ്മപ്പെടുത്തൽ നൽകുക മാത്രമാണ് ചെയ്യുന്നത്. കേരളത്തിൽ 40 ലക്ഷത്തോളം കുട്ടികളുണ്ടായിരിക്കെ ആകെ 1600ഓളം കായികാധ്യാപകർ മാത്രമാണ് ഇവിടെ ഉള്ളത്. പലരുടെയും തസ്തിക നഷ്ടപ്പെട്ടുകൊണ്ട് വംശനാശം സംഭവിക്കുന്ന ജീവികളെ പോലെ കായികാധ്യാപകർ മാറിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കായികമേളയിൽ നടക്കുന്നത് ഹയർ സെക്കൻഡറി വിഭാഗത്തിലാണ്. നിർഭാഗ്യവശാൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒരു കായികാധ്യാപകൻ പോലുമില്ല, മരുന്നിന് പോലുമില്ല. നമ്മുടെ കുട്ടികളുടെ കൂടെ നിൽക്കുവാനാണ് ഓരോ കായികാധ്യാപകരും ഇവിടെ ആഗ്രഹിക്കുന്നത്. നിർബന്ധിതമായിട്ടുള്ള ഡ്യൂട്ടി നൽകിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോടൊപ്പമല്ല, ഈ മേളയോടൊപ്പമാണ് നിൽക്കേണ്ടത് എന്ന് പറയുന്നത്. ഈ കായികമേള തടയുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു നയമേ അല്ല, ഇതൊരു സൂചനയാണ്, അല്ലെങ്കിൽ ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. അധികാരികളുടെ കണ്ണു തുറക്കാനായിട്ട് ഈ ഒരു വിട്ടുനിൽക്കൽ കാരണമാകുന്നു എന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയം. 12 വിദ്യാഭ്യാസ ഉപജില്ലകളെ പ്രതിനിധീകരിച്ച 12 കായിക അധ്യാപകർ കറുത്ത തുണികൊണ്ട് വായ മൂടിക്കെട്ടി നിരാഹാര സമരവും നടത്തിവരുന്നുണ്ട്. നിസ്സഹകരണ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുണ്ടാകേണ്ട ഉപജില്ലാ തലത്തിലുള്ള കുട്ടികളുടെ മാർച്ച് പാസ്റ്റും ദീപശിഖ തെളിയിക്കലും നടന്നില്ല. തസ്തിക പുനർനിർണയം ആവശ്യപ്പെട്ടാണ് സംസ്ഥാന വ്യാപകമായി കായിക അധ്യാപകർ നിസ്സഹകരണ സമരം നടത്തുന്നത്. ജില്ലാ കായികമേളയ്ക്ക് മുന്നോടിയായി നടന്ന ഉപജില്ലാതല മത്സരങ്ങൾ പലയിടത്തും താളം തെറ്റിയിരുന്നു. വലിയ പരാതികളും ആക്ഷേപങ്ങളുമാണ് ഉയർന്നിരുന്നത്. എന്നാൽ ജില്ലാ കായികമേളയുടെ നടത്തിപ്പിനെ ബാധിക്കാത്ത വിധം വിഷയം പരിഹരിക്കാൻ സംഘാടകർക്കായത് ആശ്വാസമായി. കായികമേളയിൽ കുത്തിയിരിപ്പ് സമരവുമായി മത്സരാർത്ഥികൾ. ചേർപ്പ് ഉപജില്ലയിൽ നിന്നെത്തിയ കുട്ടികളാണ് കായികോത്സവത്തിൽ പ്രതിഷേധ സമരം നടത്തിയത്. ഉപജില്ലാ കായികമേള നടത്തിപ്പിൽ വലിയ തരത്തിലുള്ള അപാകതകൾ ഉണ്ടായതായി ഇവർ പറഞ്ഞു. പലർക്കും ട്രോഫികൾ സമ്മാനിച്ചില്ല. റിലേ മത്സരം നടത്താതെ ടീമിനെ നിശ്ചയിച്ചു. 3 ദിവസത്തെ മേളയിൽ ആദ്യ ദിവസവും അവസാന ദിവസവും ഉച്ചഭക്ഷണം നൽകിയില്ല തുടങ്ങിയ പരാതികളും കുട്ടികൾ ഉന്നയിച്ചു. വിഷയം ജില്ലാ വിദ്യാഭ്യാസ അധികൃതരുടെയും മറ്റ് അധികാരികളുടെയും ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇത്തരത്തിൽ സമരം നടത്തിയതെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു.
കായികോത്സവത്തിൽ കായിക അധ്യാപകർക്ക് മാത്രമല്ല പ്രതിഷേധം, ചില വിദ്യാർത്ഥികൾക്കും പല വിഷയങ്ങളുമായി പ്രതിഷേധങ്ങളുണ്ട്. ഇപ്പോൾ ചേർപ്പ് ഉപജില്ലയിലെ വിദ്യാർത്ഥികളാണ് എന്നോടൊപ്പം ഉള്ളത്. അവർക്ക് ചില വിഷയങ്ങളിലുള്ള പ്രതിഷേധമുണ്ട്. എന്താണ് ഒരു പ്രതിഷേധത്തിന് കാരണം നമുക്ക് ചോദിക്കാം. പ്രതിഷേധത്തിന് എന്താണ് കാരണം? ഇത്തവണത്തെ സബ് ജില്ല വളരെ മോശമായിട്ടായിരുന്നു. മുന്നത്തെ വർഷത്തിനേക്കാൾ വളരെ മോശമായ രീതിയിലായിരുന്നു ഇത്തവണ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഫുഡ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ടീച്ചർമാരുടെയും മാഷന്മാരും PT സാറുമാരും ഒക്കെ കുറേ, പിന്നെ പാരൻസിൻ്റെ ഒക്കെ കാരണം കൊണ്ടാണ് ഞങ്ങൾക്ക് രണ്ടാമത്തെ ദിവസം ഫുഡ് കിട്ടിയത്. മൂന്നാമത്തെ ദിവസം ഫുഡ് കിട്ടിയില്ല, ഫസ്റ്റത്തെ ദിവസം ഫുഡ് കിട്ടിയില്ല. ട്രോഫി, മെഡൽ എല്ലാ പ്രാവശ്യം ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം അതൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ റിലേ ടീമിൽ അവിടെ മത്സരം നടത്തിയിട്ടില്ല. കുറേ കുട്ടികൾ, നല്ല കഴിവുള്ള കുറേ കുട്ടികളുടെ ചാൻസ് അവർ കുറേ കളഞ്ഞിട്ടുണ്ട്. കാരണങ്ങൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. റിലേ ടീം മെഡലും ട്രോഫി ഒന്നും കൊടുത്തിട്ടില്ല ആർക്കും. കുട്ടികളവിടെ കുറേ കുട്ടികൾ പല സ്കൂളുകളിൽ നിന്നും കുറേ കുട്ടികളായിട്ട് ഇട്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ശാരീരിക പരിമിതികളെ അതിജീവിച്ച് ട്രാക്കിൽ മിന്നും പ്രകടനം നടത്തിയവർ കയ്യടി നേടി. കാഴ്ച പരിമിതിയുള്ള അണ്ടർ 14 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൺ പെൺ വിഭാഗം കുട്ടികളുടെ 100 മീറ്റർ ഓട്ട മത്സരത്തോടെയാണ് മേളയ്ക്ക് തുടക്കമായത്. അണ്ടർ 14 ആൺകുട്ടികളുടെ വിഭാഗത്തിൽ വാടാനപ്പള്ളി KNM VHSSലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികളായ ദിബിൻ ദേവ് KD സ്വർണം നേടി. സഹപാഠി ശ്രീഹരി VR ഗൈഡ് റണ്ണറായി. അണ്ടർ 14 പെൺകുട്ടികളുടെ വിഭാഗത്തിൽ അന്തിക്കാട് BRCയിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികളായ PS അഭിനന്ദ 1ാം സ്ഥാനത്തെത്തി. പെരിങ്ങോട്ടുകര GHSലെ പ്രിയങ്ക പ്രതീഷ് ഗൈഡ് റണ്ണറായി. 14 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൺകുട്ടികളുടെ വിഭാഗത്തിൽ എരുമപ്പെട്ടി GHSലെ +2 ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥി ES സച്ചിൻ സ്വർണം നേടി. സഹപാഠി വിഷ്ണു CB ഗൈഡ് റണ്ണറായി. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കൊടകര GHSലെ ഏഞ്ചൽ മരിയ ഷിജു സ്വർണം കരസ്ഥമാക്കി. സഹപാഠി ലാവണ്യ ഗൈഡ് റണ്ണറായി. ഇവർക്കുള്ള മെഡൽ AC മൊയ്തീൻ MLA സമ്മാനിച്ചു. പ്രതിസന്ധികളോട് പടവെട്ടി പോൾവാട്ടിൽ ചേലക്കര SMT GHSSന്റെ വിജയഗാഥ. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവത്തിലും ഇവർ നടത്തുന്നത് വിസ്മയകരമായ പോരാട്ടമാണ്. പതിനായിരങ്ങളും ലക്ഷങ്ങളും പൊടിപൊടിച്ച് അത്യാധുനിക ഫൈബർ പോളും ജമ്പിംഗ് പിറ്റും ആധുനിക സംവിധാനങ്ങളുമില്ലെങ്കിലും കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി മുളവടിയുമായി എത്തുന്ന ചേലക്കര ശ്രീമൂലം തിരുനാൾ ഗവൺമെന്റ് ഹൈസ്കൂൾ ഈ ഇനത്തിൽ മേധാവിത്വം പുലർത്തുന്ന സംഘമാണ്. മേളയുടെ ആദ്യ ദിനത്തിന്റെ തുടക്കത്തിൽ ഫീൽഡിൽ നടന്ന പോൾവാൾട്ട് സീനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ നന്ദന S മേനോൻ പൊന്നണിഞ്ഞു. മികച്ച ഉയരം സ്വന്തമാക്കിയാണ് നേട്ടം. പഠനം നടത്തുന്ന സ്കൂളിൽ പരിശീലനത്തിന് ആവശ്യമായ സൗകര്യമില്ല. മൈതാനം പോലും കിലോമീറ്റർ ദൂരെയാണ്. ജമ്പിംഗ് പിറ്റും ഫൈബർ പോളുമില്ല. ലക്ഷങ്ങൾ ചിലവ് വരുന്നതിനാൽ ആ ശ്രമം നടത്താനുമായില്ല. എന്നാലും കായികമേളയിൽ പോൾവാട്ടിൽ ചേലക്കര പെരുമ തുടരുന്നുണ്ട്. പലരും ഇവരുടെ മുളംതണ്ടിലാണ് മത്സരിക്കുന്നത്. ഫൈബർ പോളുമായി എത്തിയവരോട് പോരാടി നേടിയ വിജയത്തിന്റെ ആഹ്ലാദം നന്ദന പങ്കുവച്ചു. പരിമിതികളോട് പടവെട്ടി പോൾവാട്ട് മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ ചേലക്കര SMT GS സ്കൂളിലെ വിദ്യാർത്ഥി എന്നോടൊപ്പമുണ്ട്. കുട്ടിയോട് ചോദിക്കാം, എങ്ങനെയാണ് മത്സരം? മത്സരം നന്നായിരുന്നു. നല്ല രീതിക്ക് ചെയ്യാൻ പറ്റി. വിചാരിച്ചതിനേക്കാൾ നല്ല രീതിക്ക് ചെയ്യാൻ പറ്റി. മുളവടിയാണ്. ഞങ്ങൾക്ക് ഫൈബറിൻ്റെ ബോളില്ല. ഇത് 12 വർഷമായി ഞങ്ങൾ യൂസ് ചെയ്യണു. പിന്നെ ഞങ്ങൾക്ക് ബെഡില്ല. ഞങ്ങൾ മണലിൽ ചാടിയിട്ടൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യാറ്. ഗ്രൗണ്ട് ഞങ്ങളുടെ സ്കൂളിന് കുറച്ച് ഒരു 15 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ ഒരു ഗ്രൗണ്ട് ഉണ്ട്, മാരിക്കുന്ന്. അവിടെയാണ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാറ്. ലക്ഷങ്ങൾ ചിലവിട്ട് അക്കാദമികളിൽ പരിശീലനം നേടി വരുന്നവരോട് സംസ്ഥാന തലത്തിൽ പോരാടിയാൽ ബലമുണ്ടാകില്ലെന്ന് ഇവർക്കറിയാം. ബന്ധപ്പെട്ടവർ തങ്ങൾക്കാവശ്യമായ പിന്തുണയും പ്രോത്സാഹനവും തന്നാൽ ഇനിയും നല്ല രീതിയിൽ മുന്നോട്ടു പോകാനാകുമെന്ന് പരിശീലകർ പറഞ്ഞു. സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാലേ ഇപ്പോൾ ബെഡ് ഭയങ്കര കോസ്റ്റ്ലിയാണ്. ബെഡ് ഏകദേശം 50,000 തൊട്ട് മേലെയാണ് റേറ്റ് വരുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരു പോൾ വാങ്ങിക്കണമെങ്കിൽ തന്നെ 1,00,000 മേലെയാണ് അതിൻ്റെ റേഞ്ച് വരുന്നത്. അപ്പോൾ ഇത്രയും സൗകര്യങ്ങൾ നമുക്ക് കിട്ടിയാലാണ് ഇതിൽ കൂടുതൽ പെർഫോമൻസ് ചെയ്യാനും പറ്റുള്ളൂ, അല്ലെങ്കിൽ പ്രാക്ടീസ് കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ സ്കൂളിൽ നിന്ന് ആദ്യമായിട്ടാണ് പോൾവാട്ട് ഗേൾസ് എൻട്രി കൊടുക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ജില്ലാതലത്തിൽ ഫസ്റ്റ് കിട്ടിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കുട്ടികൾ വീട്ടിൽ മുളവടി ഉപയോഗിച്ച് ചെറുതായിട്ട് പ്രാക്ടീസ് ചെയ്തതിൻ്റെ അനുഭവത്തിലാണ്
ജില്ലാ മത്സരത്തിൽ വന്നത്. ഫൈബറിൽ പ്രാക്ടീസ് ചെയ്യാൻ അവസരം കിട്ടിയിട്ടേ ഇല്ല. അതിൻ്റെ ഒത്തിരി പരിമിതികൾ അവർക്കുണ്ട്. പേടിച്ചാണ് ഈ മത്സരത്തിന് തന്നെ വന്നത്. അപ്പം സ്റ്റേറ്റ് മീറ്റിൽ എങ്ങനെ പങ്കെടുക്കുമെന്ന് ഞങ്ങൾക്കൊരു ഐഡിയ ഇല്ല. നമ്മുടെ കായിക രംഗത്തെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവമാണ് ഇവിടെ വ്യക്തമാകുന്നത്. മെച്ചപ്പെട്ട സൗകര്യം ലഭിച്ചാൽ ചേലക്കര പെരുമ സംസ്ഥാന തലത്തിലെ തൃശൂരിന്റെ ഖ്യാതിയാകുമെന്നതിൽ സംശയമില്ല. കുന്നംകുളം സീനിയർ ഗ്രൗണ്ട് സിന്തറ്റിക് സ്റ്റേഡിയത്തിനായി സ്ഥിരം ഫ്ലഡ് ലൈറ്റ് സംവിധാനം സജ്ജമാക്കാൻ ജനറേറ്റർ സഹിതം 2 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് AC മൊയ്തീൻ MLA CCTVയോട് പറഞ്ഞു. വരുന്ന ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലുള്ള പ്രാഥമിക കാര്യങ്ങൾക്കുള്ള സൗകര്യക്കുറവുണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടി ടോയ്ലറ്റ് ബ്ലോക്ക് പുതുതായി ഒരുക്കും. നിലവിൽ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം സജ്ജമാക്കിയിട്ടുണ്ട്. പിന്നീട് വേണ്ടിവരുന്ന കാര്യങ്ങൾ അതാത് സമയത്ത് തന്നെ പൂർത്തീകരിക്കും, AC മൊയ്തീൻ പറഞ്ഞു. നിലവിൽ ദേശീയ മത്സരങ്ങൾ ഉൾപ്പെടെ തന്നെ നടത്താനുള്ള രീതിയിലാണ് സ്റ്റേഡിയം നിർമ്മിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സ്റ്റേഡിയം പരിപാലനത്തിന്റെ കാര്യത്തിൽ ഗൗരവകരമായ ഇടപെടലുണ്ടാകും. അടുത്ത വർഷത്തെ ബജറ്റിൽ നീന്തൽക്കുളത്തിന് കാര്യം കൂടെ ഉൾപ്പെടുത്തും. ഇരിപ്പിടങ്ങൾക്കുള്ള സംവിധാനമൊരുക്കുന്ന കാര്യത്തിൽ ഉടൻ തന്നെ പരിഹാരമുണ്ടാകുമെന്നും MLA പറഞ്ഞു. ജില്ലയിലെ ഏറ്റവും മികച്ച സിന്തറ്റിക് ട്രാക്കുകളിലൊന്നാണ് കുന്നംകുളത്തുള്ളത്. ശ്രീ AC മൊയ്തീൻ കായിക മന്ത്രി ആയിരിക്കുന്ന സമയത്താണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ ഈ രീതിയിൽ എത്തിച്ചേർന്നത്. ഇനിയും നിർമ്മാണ പ്രവർത്തികൾ പലതും പൂർത്തീകരിക്കാനുണ്ട്. അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ട്, അതോടെ ചോദിക്കാം. ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ ഏത് രീതിയിൽ പൂർത്തീകരിക്കാൻ സാധിക്കും? തൃശ്ശൂർ സ്പോർട്സ് ഡിവിഷൻ കുന്നംകുളത്ത് ആരംഭിച്ചതിന് ശേഷം വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം 100-ലധികം കുട്ടികൾ സ്കൂളിലുണ്ട്. അവരുടെ ഹോസ്റ്റൽ കെട്ടിടം ഇൻഡോർ സ്റ്റേഡിയത്തിന് സമീപം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പുറമെ രാത്രിയിൽ കൂടി മത്സരം നടത്തണമെങ്കിൽ ഫ്ലഡ് ലൈറ്റ് വേണം. അതിനിപ്പോൾ 2 കോടി രൂപ അനുവദിച്ചു. ഇന്നലെ അതിൻ്റെ എസ്റ്റിമേറ്റൊക്കെ എടുക്കാൻ സ്പോർട്സ് എഞ്ചിനീയർമാർ വന്നിരുന്നു. അത് പൂർത്തീകരിക്കും. ജനറേറ്റർ സഹിതമാണ്. പിന്നെ വരുന്ന ആളുകൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലുള്ള പ്രാഥമിക കാര്യങ്ങൾക്കുള്ള സൗകര്യക്കുറവുണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു ടോയ്ലറ്റ് ബ്ലോക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് വരും. പിന്നെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഏറെക്കുറെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഏതെങ്കിലും ഇനി കൂടുതലായി വേണ്ടി വരുന്ന കാര്യങ്ങൾ അതാത് സമയത്ത് ചെയ്യുക എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ ഒരു ദേശീയ മത്സരങ്ങൾ ഉൾപ്പെടെ നടത്താൻ കഴിയുന്ന രീതിയിൽ സ്റ്റേഡിയം തയ്യാറായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മെയിൻ്റനൻസിൻ്റെ കാര്യത്തിൽ ഒരു ക്രമീകരണം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൂടി ഗൗരവപൂർവ്വം പരിപാലനം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതിൻ്റെ കാര്യത്തിൽ ഗൗരവപ്പെട്ട ഇടപെടലുണ്ടാവും. നീന്തൽക്കുളം അപ്പുറത്തെ ഭാഗത്തുള്ള ഇരിപ്പിടം അത്തരം കാര്യങ്ങളിലേക്ക്. അതെ, അതാണ് ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ അപ്പുറത്തെ ഭാഗത്താണ് നീന്തൽക്കുളത്തിന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അടുത്ത വർഷത്തെ ബഡ്ജറ്റിൽ അത് ഉണ്ടാവുള്ളൂ, ഈ വർഷത്തെ ബഡ്ജറ്റിൽ വരില്ല. പിന്നെ ഇരിപ്പിടത്തിന് വേണ്ടിയുള്ള ഗാലറി അത് അടിയന്തരമായി അപ്പുറത്തെ സൈഡിൽ കൂടി പൂർണ്ണമായ അർത്ഥത്തിൽ അല്ലെങ്കിൽ കുറേ പേർക്ക് കൂടി ഇരിക്കാൻ കഴിയുന്ന രീതിയിൽ അപ്പുറത്ത് ചെയ്യും. അതിന്റെ പ്രാഥമിക കാര്യം കഴിഞ്ഞിട്ടുണ്ട്. എസ്റ്റിമേറ്റ് എടുത്ത് പോയിട്ടുണ്ട്. അതിന്റെ പണം അവിടെ ഇല്ലാച്ചെങ്കിൽ MLA ഫണ്ട് എന്തെങ്കിലും കൊടുത്തായി ചെയ്യിക്കും. അതുപോലെ തന്നെ ഈ ഗാലറിക്ക് കവറിടാൻ ഇപ്പോൾ അത് താൽക്കാലിക പന്തലാണ്. മഴ കൊള്ളാതെയും വെയിൽ കൊള്ളാതെയും ഇരിക്കാൻ വേണ്ടി ഇപ്പോൾ ഉള്ള ഗാലറിക്ക് മുകളിൽ കവർ ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കി. സംസ്ഥാന കായികമേളയിൽ തൃശൂർ വലിയ മുന്നേറ്റം നടത്തുമെന്ന് വിദ്യാഭ്യാസ ഉപഡയറക്ടർ PM ബാലകൃഷ്ണൻ പറഞ്ഞു. CCTVയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഗെയിംസിൽ തൃശൂരിന് ആധിപത്യം എല്ലാ കാലത്തുമുണ്ട്. ട്രാക്കിലും ഫീൽഡിലും മികവിലേക്ക് പടിപടിയായി തൃശൂർ മുന്നേറും. കായികാധ്യാപകർ നടത്തുന്ന പ്രതിഷേധം മേളയെ ബാധിക്കില്ലെന്നും പോൾവാൾട്ട് പോലുള്ള മത്സരങ്ങളിൽ പല സ്കൂളിലും നിലനിൽക്കുന്ന ഭൗതിക സാഹചര്യങ്ങളുടെ അഭാവം പരിഹരിക്കാൻ സാധിക്കും വിധം ഇടപെടൽ ഉണ്ടാകുമെന്നും വിദ്യാഭ്യാസ ഉപഡയറക്ടർ PM ബാലകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. നല്ല പ്രതീക്ഷയാണ്. ഇപ്പോൾ ഈ നിസ്സഹകരണ സമരത്തിൻ്റെ ഇടയിൽ നമ്മൾക്കിപ്പോൾ ഗെയിംസ് മത്സരത്തിൽ നല്ല വിജയം ഉണ്ടായിട്ടുണ്ട്. പല മേഖലകളിലും നമുക്ക് 1ാം സ്ഥാനം തന്നെ വന്നിട്ടുണ്ട്. അത് തന്നെ വളരെ പോസിറ്റീവാണ്. ഇനിയിപ്പോൾ സ്റ്റേറ്റ് മത്സരത്തിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ഗെയിംസ് ഇനത്തിലാണെങ്കിലും അതിനോടൊപ്പം തന്നെ അത്ലറ്റിക് മത്സരത്തിലാണെങ്കിലും. തൃശൂർ റവന്യൂ ജില്ലാ കായികമേള നടക്കുന്ന കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സീനിയർ ഗ്രൗണ്ടിലെ സിന്തറ്റിക് ട്രാക്കിൽ മതിയായ വെളിച്ചം ഇല്ലാതിരുന്നത് മത്സരാർത്ഥികളെയും വിധികർത്താക്കളെയും വലച്ചു. വൈകിട്ട് നടന്ന ജാവലിൻ ത്രോ, ഹൈജംപ് തുടങ്ങിയ മത്സരങ്ങൾ നടന്നിരുന്ന ഗ്രൗണ്ടിന്റെ ഒരു വശത്ത് ലൈറ്റുകൾ സ്ഥാപിച്ചിരുന്നില്ല. ഇതിനാൽ ഏറെ ബുദ്ധിമുട്ടാണ് മത്സരങ്ങളിൽ പങ്കെടുത്തിരുന്നത്. വിധികർത്താക്കൾ മൊബൈലിലെ ഫ്ലാഷ് ലൈറ്റ് സഹായത്തോടെയാണ് മാർക്ക് രേഖപ്പെടുത്തിയതും. പ്രതികൂലമായ കാലാവസ്ഥയെ തുടർന്ന് വൈകിട്ട് 6:30 തന്നെ ആദ്യ ദിവസത്തെ മത്സരങ്ങൾ അവസാനിപ്പിച്ചു. ഈ ഇനങ്ങൾ വെള്ളിയാഴ്ച രാവിലെ 8 മണിക്ക് ആരംഭിക്കും. കായികമേളയുടെ വാർത്തകൾ ഈ ബുള്ളറ്റിനിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ മറ്റു വാർത്തകളിലേക്ക്.
വടക്കാഞ്ചേരി കുന്നംകുളം റൂട്ടിലെ സ്വകാര്യ ബസ് പണിമുടക്ക് അവസാനിപ്പിച്ചു. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ കുന്നംകുളം ACP CR സന്തോഷിന്റെ നേതൃത്വത്തിൽ ബസ് ജീവനക്കാരുടെ സംഘടനാ ഭാരവാഹികളുമായി നടന്ന ചർച്ചയിലാണ് തീരുമാനം. സമരം പിൻവലിച്ചതിനെ തുടർന്ന് വൈകിട്ട് ബസ് സർവീസ് പുനരാരംഭിച്ചു. ബസ് കണ്ടക്ടർ അപമര്യാദയായി പെരുമാറിയെന്ന യുവതിയുടെ പരാതിയിൽ നെല്ലുവായ് സ്വദേശിയായ കണ്ടക്ടർ അനൂപിനെതിരെ പോലീസ് കേസെടുത്തതിൽ പ്രതിഷേധിച്ചാണ് ബുധനാഴ്ച ഉച്ചയോടെ ബസ് തൊഴിലാളികൾ മിന്നൽ പണിമുടക്ക് ആരംഭിച്ചത്. പരാതി വ്യാജമാണെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. മുന്നറിയിപ്പില്ലാതെ സമരം തുടങ്ങിയതും വ്യാഴാഴ്ചയും പണിമുടക്ക് തുടർന്നതും മേഖലയിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. തുടർന്നാണ് വൈകിട്ടോടെ ചർച്ചയെ തുടർന്ന് പ്രശ്നത്തിൽ പരിഹാരമായത്. നിലവിൽ ബസ് ജീവനക്കാരനെതിരെ കേസെടുത്തിട്ടുള്ളതിനാൽ നിയമ നടപടികൾ തുടരുമെന്നും ബസ് ജീവനക്കാർക്കെതിരെയുള്ള പരാതികൾ കൃത്യമായി തന്നെ അന്വേഷിക്കുമെന്നും ACP അറിയിച്ചതായി ജീവനക്കാരുടെ സംഘടനാ പ്രതിനിധികൾ പറഞ്ഞു. കുന്നംകുളം വടക്കാഞ്ചേരി റൂട്ടിലെ മിന്നൽ ബസ് പണിമുടക്കുമായി CITU യൂണിയന് യാതൊരു പങ്കുമില്ലെന്ന് തൃശൂർ ജില്ലാ റോഡ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ ജനറൽ സെക്രട്ടറി KP സണ്ണി പ്രസ്താവനയിലൂടെ അറിയിച്ചു. തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് BMS യൂണിയന്റെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് 2 ദിവസം നടന്നതെന്നും പത്രക്കുറിപ്പിൽ പറയുന്നു. അപ്രതീക്ഷിതമായി ഉണ്ടായ ബസ് സമരത്തിൽ വലഞ്ഞ എരുമപ്പെട്ടി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് തുണയായി നാടിനും നാട്ടുകാർക്കും വേണ്ടി എന്ന വാട്സപ്പ് കൂട്ടായ്മയിലെ പുലിക്കോട്ടിൽ ട്രാവൽസ് ഉടമ ജോയ്സൺ, തൈക്കാടൻ ട്രാവൽസ് ഉടമ ഷൈജു മെജോ എന്നിവരുടെ വാഹനങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി വിട്ടു നൽകിയത്. വടക്കാഞ്ചേരി കുന്നംകുളം റൂട്ടിലുള്ള ബസ് ജീവനക്കാരൻ യുവതിയോട് അപമര്യാദയായി പെരുമാറി എന്ന പരാതിയിൽ ബസ് കണ്ടക്ടറെ പോലീസ് കസ്റ്റഡിയിലെടുത്തതിൽ പ്രതിഷേധിച്ച് ഇന്നലെ ഉച്ച മുതലാണ് സ്വകാര്യ ബസ്സുകൾ പണിമുടക്ക് ആരംഭിച്ചത്. ഇതിനെ തുടർന്ന് ദൂരസ്ഥലങ്ങളിൽ നിന്നും വരുന്ന വിദ്യാർത്ഥികൾ വലിയ വില കൊടുത്ത് സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥ വന്നു. ഇത് മനസ്സിലാക്കിയ എരുമപ്പെട്ടിയിലെ വാട്സപ്പ് കൂട്ടായ്മയായ നാടിനും നാട്ടാർക്കും വേണ്ടി എന്ന ഗ്രൂപ്പാണ് വിദ്യാർത്ഥികളെ വീടുകളിൽ നിന്നും സ്കൂളിലേക്ക് എത്തിക്കാൻ രംഗത്തെത്തിയത്. വാഹനങ്ങൾ സൗജന്യമായി വിട്ടു നൽകി വാഹന ഉടമകൾ മാതൃകയായിരിക്കുകയാണ്. അനീഷ് ആദൂർ, ജിനു നെല്ലുവായ് എന്നിവരുടെ നേതൃത്വത്തിൽ കുട്ടികളെ സുരക്ഷിതമായി സ്കൂളുകളിൽ എത്തിച്ചു. വില്ലേജ് ഓഫീസർ ഇല്ലാതായിട്ട് മാസങ്ങൾ പിന്നിട്ടു. ജനങ്ങൾ ദുരിതത്തിൽ. കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ ആളൂർ വില്ലേജിൽ ഓഫീസർ ഇല്ലാതായിട്ട് 2 മാസം പിന്നിട്ടു. വിവിധ ആവശ്യങ്ങൾക്കായി ഓഫീസിലെത്തുന്ന ജനങ്ങൾ വലയുന്നു. പഞ്ചായത്തിൽ കണ്ടാണശ്ശേരി, ആളൂർ എന്നീ 2 വില്ലേജുകളാണ് നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൺലൈൻ സംവിധാനം വഴി സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുമെങ്കിലും സാധാരണക്കാരായ ആളുകൾ ഇപ്പോഴും ഓഫീസിൽ നേരിട്ടെത്തിയാണ് ആവശ്യങ്ങൾ നിറവേറ്റുന്നത്. ആളൂർ വില്ലേജിൽ ഓഫീസർ ഇല്ലാതായിട്ട് മാസങ്ങൾ പിന്നിടുമ്പോഴും റവന്യൂ വകുപ്പ് അധികൃതരുടെ നിസ്സംഗത തുടരുകയാണ്. ഓഗസ്റ്റ് 8-നാണ് ആളൂരിലെ വില്ലേജ് ഓഫീസർ തൃശൂർ താലൂക്കിലേക്ക് സ്ഥലം മാറ്റം കിട്ടി മാറിപ്പോയത്. പിന്നീട് പാവർട്ടി സ്വദേശിയെ ആളൂർ വില്ലേജ് ഓഫീസറായി ചുമതല നൽകിയെങ്കിലും താലൂക്ക് ഓഫീസിലെത്തി ചാർജ് എടുത്ത ശേഷം ലീവിൽ പ്രവേശിക്കുകയായിരുന്നു. അസുഖം ബാധിച്ചതിനെ തുടർന്നാണ് ചാർജ് എടുത്ത ഓഫീസർ അവധിയിൽ പ്രവേശിച്ചത് എന്നാണ് ഔദ്യോഗിക വിശദീകരണം. എന്നാൽ പ്രതിദിനം 25ഓളം അപേക്ഷകൾ നേരിട്ടും ഓൺലൈനായും എത്തുന്ന വില്ലേജിൽ 2 മാസത്തിലേറെയായി നാഥനില്ലാത്ത സ്ഥിതിയാണുള്ളത്. വിവിധ വില്ലേജ് ഓഫീസർമാർക്ക് മാറി മാറി ചുമതല കൊടുക്കുന്നുണ്ടെങ്കിലും പലരും ഓഫീസിൽ എത്തുന്നതുപോലുമില്ല എന്ന ആക്ഷേപവും ശക്തമാണ്. റവന്യൂ വകുപ്പിന്റെ നിസ്സംഗതയെ തുടർന്ന് പഞ്ചായത്ത് നിവാസികൾ RDO ഉൾപ്പെടെയുള്ളവർക്ക് പരാതികൾ നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ആളൂരിലേക്ക് ഒരു വില്ലേജ് ഓഫീസർ ഇനി എന്നെത്തുമെന്ന ജനങ്ങളുടെ ചോദ്യത്തിന് ഉത്തരവാദിത്തപ്പെട്ട വകുപ്പ് അധികാരികൾ മറുപടി പറയേണ്ടതുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കുന്നംകുളം നഗരസഭയിലെ സംവരണ പട്ടിക നറുക്കെടുപ്പിലൂടെ തീരുമാനിച്ചു. 19-ാം വാർഡ് ആനയ്ക്കൽ, 21 നെഹ്റു നഗർ, 35 കാവിലക്കാട് പട്ടികജാതി സ്ത്രീ സംവരണവും 26 ചീരംകുളം, 32 തെക്കൻ ചിറ്റഞ്ഞൂർ പട്ടികജാതി സംവരണ വാർഡുകളുമാണ്. വാർഡ് 2 ചെറുവത്താണി, 6 വൈശ്ശേരി, 7 നടുപ്പന്തി, 10 അയ്യപ്പത്ത്, 14 ഉരുളിക്കുന്ന്, 16 കാണിപ്പയ്യൂർ നോർത്ത്, 17 ടൗൺ വാർഡ്, 18 കാണിപ്പയ്യൂർ സൗത്ത്, 20 കാണിയാമ്പാൽ, 22 ശാന്തിനഗർ, 24 കുറുക്കൻപാറ, 25 ആർത്താറ്റ് ഈസ്റ്റ്, 27 പൊർക്കളയങ്ങാട്, 28 ഇഞ്ചിക്കുന്ന്, 29 ചെമ്മണ്ണൂർ നോർത്ത്, 31 ആർത്താറ്റ് സൗത്ത്, 33 അഞ്ഞൂർക്കുന്ന് എന്നീ വാർഡുകൾ സ്ത്രീ സംവരണ വാർഡുകളാണ്. ഗുരുവായൂർ നഗരസഭയിലെ സംവരണ പട്ടിക നറുക്കെടുപ്പിലൂടെ തീരുമാനിച്ചു. ഗുരുവായൂർ നഗരസഭയിൽ 28-ാം വാർഡ് പാർത്ഥസാരഥി പട്ടികജാതി സ്ത്രീ സംവരണവും 33 മമ്മിയൂർ വെസ്റ്റ് പട്ടികജാതി സംവരണവുമാണ്. വാർഡ് 1 തൊഴിയൂർ, 3 പൂക്കോട് ഈസ്റ്റ്, 5 മണിഗ്രാമം, 7 ബ്രഹ്മകുളം, 9 പാലുവായ്, 11 ചക്കങ്കണ്ടം, 12 പഞ്ചാരമുക്ക്, 16 നെന്മിനി,
19 തിരുവേങ്കിടം, 20 കർണംകോട്ട്, 21 കാരക്കാട്, 22 ടെമ്പിൾ സ്റ്റേഷൻ, 24 എടപ്പുള്ളി, 25 ഗുരുഭവനപുരി, 26 മഞ്ചുളാൽ, 27 പെരുമ്പിലാവ്, 32 മമ്മിയൂർ, 37 കോട്ടപ്പടി, 38 പൂക്കോട് വെസ്റ്റ്, 40 കാരയൂർ, 43 പേരകം, 46 കാവീട് നോർത്ത് വാർഡുകളിൽ സ്ത്രീ സംവരണവുമാണ്. ചാവക്കാട് നഗരസഭയിലെ സംവരണ വാർഡുകൾ സംബന്ധിച്ച തീരുമാനമായി. പട്ടികജാതി സ്ത്രീ സംവരണം വാർഡ് 26 പുളിച്ചിറക്കേട്ട് ഈസ്റ്റിലാണ്. വാർഡ് 4 കുഞ്ചേരി, 5 പുന്ന നോർത്ത്, 6 പുന്ന സൗത്ത്, 7 ആലുംപടി, 9 മുതുവട്ടൂർ, 10 ഓവുങ്ങൽ, 11 പാലയൂർ നോർത്ത്, 12 പാലയൂർ ഈസ്റ്റ്, 15 പാലയൂർ വെസ്റ്റ്, 19 സിവിൽ സ്റ്റേഷൻ, 21 ബ്ലാങ്ങാട്, 23 ബ്ലാങ്ങാട് ബീച്ച്, 28 പുത്തൻ കടപ്പുറം സൗത്ത്, 29 കോട്ടപ്പുറം, 30 പുതിയറ, 31 തിരുവത്ര, 33 പുത്തൻ കടപ്പുറം സെന്റർ വാർഡുകൾ സ്ത്രീ സംവരണവുമാണ്. അടുത്തയാഴ്ച മുതൽ എരുമപ്പെട്ടി ഗവൺമെന്റ് സ്കൂളിൽ നടക്കേണ്ട കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവം നവംബർ 11, 12, 13, 14 തീയതികളിലേക്ക് മാറ്റിയതായി AEO എ മൊയ്തീൻ അറിയിച്ചു. ജില്ലാ ശാസ്ത്രമേള ചാവക്കാട് നടക്കുന്നതിനാലും തദ്ദേശ സ്ഥാപനങ്ങളിൽ വിവിധ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനങ്ങൾ സജീവമാകുന്ന സാഹചര്യത്തിലുമാണ് തീയതി മാറ്റമെന്ന് AEO CCTVയോട് പറഞ്ഞു. കുന്നംകുളം ഉപജില്ലാ കായികമേള സമാപന ദിവസത്തിൽ തർക്കമുണ്ടായ റിലേ മത്സരവുമായി ബന്ധപ്പെട്ട പരാതി ഇരു വിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തി വീഡിയോ ദൃശ്യങ്ങൾ സഹിതം കാണിച്ച് പരിഹരിച്ചതായും എരുമപ്പെട്ടിക്ക് ഈ ഇനത്തിൽ 1ാം സ്ഥാനവും ഓവറോൾ കിരീടവും ജില്ലാ കായികമേളയുടെ ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് സമ്മാനിച്ചതായും AEO കൂട്ടിച്ചേർത്തു. ഉപജില്ലാ കലോത്സവം നമുക്ക് ശാസ്ത്രമേള ജില്ല ചാവക്കാടാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റു പല മേളകളും നടക്കുന്നത് കൊണ്ട് ആ ഡേറ്റ് സൗകര്യപ്രദമായൊരു ഡേറ്റ് എന്നുള്ള നിലക്ക് നവംബർ 11, 12, 13, 14 തീയതികളിലേക്ക് സംഘാടക സമിതി യോഗം കൂടിയിരുന്നു. ആ യോഗ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റിയിട്ടുണ്ട്. നവംബർ 11, 12, 13, 14 തീയതികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ജില്ലാ സ്കൂൾ കായികമേളയിൽ മിന്നൽ പിണറായി 100 മീറ്റർ ഓട്ട മത്സരങ്ങൾ. മേളയിലെ ഗ്ലാമർ ഇനങ്ങളിലൊന്നായ 100 മീറ്ററിൽ ഇഞ്ചോടിഞ്ച് മത്സരമാണ് ഉണ്ടായത്. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ ആൺകുട്ടികളുടെ മത്സരത്തിൽ റയാൻ ഇർഷാദ്, ജിയോ ഐസക്, TR സനീഷും, പെൺകുട്ടികളുടെ വിഭാഗത്തിൽ അഭിനന്ദന രാജേഷ്, CS അന്ന മരിയ, EJ സോണിയ എന്നിവരാണ് യഥാക്രമം സ്വർണം കരസ്ഥമാക്കിയത്. സബ് ജൂനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മത്സരത്തിൽ ആൻഡോസ് അക്കാദമിയിൽ പരിശീലനം നടത്തുന്ന കുര്യച്ചിറ സെന്റ് പോൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ റയാനും കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ അഭിനന്ദനയും ആദ്യ മത്സരത്തിൽ തന്നെ ദൂരത്തെയും വേഗത്തെയും തോൽപ്പിച്ചാണ് സ്വർണമണിഞ്ഞത്. ജൂനിയർ ആൺ പെൺ വിഭാഗത്തിൽ ആളൂർ RM ഹയർ സെക്കൻഡറി സ്കൂളിലെ CS അന്നാമരിയയും കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്പോർട്സ് ഡിവിഷനിലെ ജിയോ ഐസക്കും സുവർണ നേട്ടം കരസ്ഥമാക്കി. സീനിയർ ആൺ പെൺ വിഭാഗത്തിലും ഇതേ വിദ്യാലയങ്ങളാണ് സ്വർണമണിഞ്ഞത്. ആളൂർ RM ഹയർ സെക്കൻഡറി സ്കൂൾ EJ സോണിയ പെൺകുട്ടികളുടെ വിഭാഗത്തിലും കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്പോർട്സ് ഡിവിഷനിലെ TR സനീഷും സ്വർണ നേട്ടത്തിലെത്തി. കായികമേളയിലെ ശ്രദ്ധേയമായ മത്സരത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലൂടെയാണ് 6 പേരും വിജയികളായത്. 100 മീറ്റർ സബ് ജൂനിയർ വിഭാഗം ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മത്സരങ്ങളിൽ പൊന്നണിഞ്ഞത് ആൻഡോ മാഷുടെ ശിഷ്യർ. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ആൻഡോസ് അക്കാദമി പരിശീലനം നൽകുന്ന കുര്യച്ചിറ സെന്റ് പോൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥി റയാൻ ഇർഷാദും കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ അഭിനന്ദന രാജേഷുമാണ് സബ് ജൂനിയർ വിഭാഗത്തിൽ പൊന്നണിഞ്ഞ ആൻഡോ മാഷുടെ ശിഷ്യർ. ആദ്യമായാണ് ഇരുവരും ജില്ലാ കായികമേളയിൽ മാറ്റുരയ്ക്കുന്നത്. ആദ്യ അവസരത്തിൽ പൊന്തിളക്കമാർന്ന വിജയം നേടിയതിന്റെ സന്തോഷത്തിലാണ് റയാനും അഭിനന്ദനയും. ലോങ് ജമ്പിലും സ്വർണം നേടിയ അഭിനന്ദന ഇരട്ട സ്വർണം നേടി കായികരംഗത്തെ തന്റെ വരവറിയിച്ചു കഴിഞ്ഞു. ഇന്ത്യൻ ആർമിയിൽ ജോലി ചെയ്തിരുന്ന ആൻഡോ വിരമിച്ച ശേഷം 10 വർഷം മുമ്പാണ് ആൻഡോസ് അക്കാദമിക്ക് തുടക്കം കുറിച്ചത്. ഇതിനകം ദേശീയ കായിക മത്സരങ്ങളിൽ 18 സ്വർണവും സംസ്ഥാന തലത്തിൽ നിരവധി സ്വർണ്ണ മെഡലുകളും ആൻഡോയുടെ ശിഷ്യർ നേടിക്കഴിഞ്ഞു. ഉപജില്ലാ കായികമേളയിൽ ഫുഡ് കിട്ടാത്തവർക്ക് കുന്നംകുളത്ത് നിന്ന് അത്തരത്തിൽ ഒരു പരാതിയും ഉണ്ടാകില്ല. വയറു നിറയെ ഉച്ചയ്ക്ക് ഭക്ഷണം നൽകിയാണ് സംഘാടകർ കുട്ടികളെയും ഒഫീഷ്യൽസിനെയും മടക്കി അയക്കുന്നത്. കായികാധ്യാപകരുടെ നിസ്സഹകരണ സമരം മൂലം താളം തെറ്റിയ ഉപജില്ലാ മേളകൾക്കൊടുവിലാണ് കുന്നംകുളത്ത് ജില്ലാതല മത്സരങ്ങൾ നടക്കുന്നത്. ഉപജില്ലകളിൽ പലയിടത്തും ഉച്ചഭക്ഷണം കിട്ടാത്തവർ അത് പ്രതീക്ഷിച്ചാണ് കുന്നംകുളത്തെത്തിയതെങ്കിൽ മനസ്സും വയറും നിറച്ചാണ് അവർ മടങ്ങിയത്.
ഡെഫ് സ്കൂളിലെ മെസ് ഹാളിന് പുറത്ത് ബുഫേ സംവിധാനത്തിലൂടെയാണ് ഭക്ഷണം നൽകിയത്. ലഭ്യമായ സ്ഥലത്ത് കസേരകളിട്ട് ഭക്ഷണം കഴിക്കാവുന്ന സജ്ജീകരണമാണ് ഒരുക്കിയത്. ചോറ്, സാമ്പാർ, മെഴുക്കുപുരട്ടി, അച്ചാർ എന്നിവയായിരുന്നു വിഭവങ്ങൾ. വിളമ്പുകാരായിട്ട് പാവർട്ടി സെന്റ് ജോസഫ് ട്രെയിനിംഗ് കോളേജിലെയും അക്കിക്കാവ് വിവേകാനന്ദ കോളേജിലെയും വിദ്യാർത്ഥിനികളുടെ സേവനവുമുണ്ടായി. ആദ്യ ദിവസത്തെ ഭക്ഷണം പൊളിച്ചെന്ന് കുട്ടികൾ പറഞ്ഞു. നല്ല ഫുഡാണ്. സാമ്പാറുണ്ടായിരുന്നു, പിന്നെ അച്ചാറുണ്ടായി, പിന്നെ ഇത് തോരനുണ്ടായി. പക്ഷെ ഞാൻ എടുത്തില്ല. നല്ലതാണ്. ഞാൻ സെന്റ് ജോസഫ് HSS മേലൂർ. ഹൈ ജമ്പ്, ലോങ് ജമ്പ്. സംസ്ഥാന കലോത്സവത്തിലും കായികമേളയിലും ശാസ്ത്രമേളയിലും പാചകമൊരുക്കിയിട്ടുള്ള നല്ലങ്കര ബാബുവും സംഘവുമാണ് ഭക്ഷണമൊരുക്കുന്നത്. ടൗൺ ഹാളിൽ നിന്ന് പാചകം ചെയ്ത ഭക്ഷണം ഇവിടെ എത്തിച്ചാണ് വിതരണം ചെയ്യുന്നത്. കൂട്ടായ്മയോടെയുള്ള പ്രവർത്തനമാണ് ഭക്ഷണ കമ്മിറ്റിയുടേതെന്ന് വിദ്യാഭ്യാസ ഉപഡയറക്ടർ PM ബാലകൃഷ്ണൻ പറഞ്ഞു. അതൊരു കൂട്ടായ്മയുടെ ഭാഗമാണ്. നമ്മൾ പൊതുവെ കായികമേളയ്ക്കാണ് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടത് എന്നുള്ളൊരു വ്യക്തമായ കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. കാരണം കുട്ടികൾ വളരെയധികം കഷ്ടപ്പെടും. അതിരാവിലെ വീട്ടിൽ നിന്ന് വരുന്നു, അതിനോടൊപ്പം തന്നെ ഇവിടെ അധികം സ്ട്രെയിൻ എടുത്തിട്ട് പങ്കെടുക്കുന്ന ഒരു മത്സരമാണ്. അപ്പോൾ വിശക്കുന്ന കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമാണ്. അധ്യാപക സംഘടനകളൊക്കെ തന്നെ അതിനനുസരിച്ചാണ് നമ്മളോട് പ്രതികരിക്കാറുള്ളത്. ഇപ്പോൾ സബ് ജില്ലകൾ മുതൽ തന്നെ അത് കൊടുക്കുന്നുണ്ട്. ചില കാരണങ്ങൾ കൊണ്ട് ഈ വർഷത്തെ ഒരു കായികാധ്യാപകരുടെ സ്ട്രൈക്ക് എന്ന് പറയാൻ വലിയൊരു നിസ്സഹകരണം, അതിൻ്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും ചില സ്ഥലത്ത് ഭക്ഷണം കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിട്ടുള്ളതെന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടുള്ളത്. അടുത്ത 2 ദിവസങ്ങളിൽ സ്പെഷ്യൽ ഐറ്റം ഉൾപ്പെടെ ഒരുക്കി മെനു വിപുലീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് ഭക്ഷണ കമ്മിറ്റി. തൃശൂർ റവന്യൂ ജില്ലാ കായികമേളയിൽ ഷോട്ട്പുട്ട് മത്സരത്തിൽ ഇരട്ട സഹോദരന്മാർക്ക് 1ഉം 2ഉം സ്ഥാനം. ഒരുമിച്ചു പരിശീലിച്ച് മേളയ്ക്കെത്തിയ ജസിൻ ജോഷി സഹോദരങ്ങൾക്കാണ് വിജയം കരസ്ഥമാക്കിയത്. ജൂനിയർ ബോയ്സ് വിഭാഗം ഷോട്ട്പുട്ട് മത്സരത്തിൽ ജെഫിൻ ജോഷി 1ാം സ്ഥാനവും ജസിൻ ജോഷി 2ാം സ്ഥാനവും നേടി. മേലൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഇരുവരും. ട്രാക്കിലും ഫീൽഡിലും തീപാറും മത്സരങ്ങൾ നടക്കുമ്പോൾ പിടിപ്പത് പണിയുള്ളവരുണ്ട്. പരിക്കേൽക്കുന്നവർക്ക് വൈദ്യസഹായം എത്തിക്കുന്ന സംഘമാണ് അത്. മേള കൊടിയിറങ്ങും വരെ വെൽഫെയർ കമ്മിറ്റിക്കാർക്ക് തിരക്കോട് തിരക്കാണ്. മത്സരം പൊരിവേലത്ത്, അതും സിന്തറ്റിക് ട്രാക്കിൽ നടക്കുമ്പോൾ പലരും വീണു പരിക്കേൽക്കുക സ്വാഭാവികമാണ്. സ്ട്രക്ചറിൽ അതിവേഗം മത്സരാർത്ഥികളെ പുറത്തെത്തിച്ച് ആവശ്യമായ പ്രാഥമിക ചികിത്സയും പരിചരണവും ഒരുക്കി വെൽഫെയർ കമ്മിറ്റി ശ്രദ്ധ നേടുകയാണ്. ജില്ലാമേള തുടങ്ങിയ സമയം മുതൽ തന്നെ ഇവിടെ സജ്ജമാക്കിയ പരിചരണ കേന്ദ്രങ്ങളിലേക്ക് പരിക്കേറ്റ കുട്ടികൾ എത്തിത്തുടങ്ങി. പേശിവലിവ്, തൊലിപ്പുറത്തുണ്ടാകുന്ന പരിക്ക്, മസിൽ പിടുത്തം, നിർജ്ജലീകരണം മൂലമുണ്ടാകുന്ന അവശത തുടങ്ങിയവയുമായിട്ടാണ് ഏറെ പേരും എത്തുന്നത്. കുന്നംകുളത്തെ ദയ റോയൽ, മലങ്കര മെഡിക്കൽ മിഷൻ, ഗവൺമെന്റ് താലൂക്ക്, ചൂണ്ടൽ, സെന്റ് ജോസഫ് തുടങ്ങിയ ആശുപത്രികളാണ് അലോപ്പതി സേവനം ഒരുക്കുന്നത്. വാവന്നൂർ അഷ്ടാംഗം ആയുർവേദ ചികിത്സാലയം, നാഷണൽ ആയുഷ് മിഷൻ, സ്പോർട്സ് എന്നിവർ ആയുർവേദത്തിലും പരിചരണം ഒരുക്കി. കുട്ടികൾക്കായി നല്ല സേവനമാണ് ഒരുക്കിയതെന്ന് വെൽഫെയർ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. കുട്ടികൾ ഈ ചെറിയ പരിക്കുമായിട്ട് വരും. ഒരു പ്രൈമറി മാനേജ്മെൻറ്റ് ഇവിടെ ചെയ്യും. കൂടുതലായിട്ട് വഷളാവുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യും. അങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ആയുർവേദവും ചെയ്യുന്നുണ്ട്, മോഡേണും ചെയ്യുന്നുണ്ട്. വൂണ്ടൊക്കെ വന്നാൽ ഡ്രസ്സ് ചെയ്യുക, അങ്ങനെ എല്ലാം ചെയ്യും. അതെല്ലാം ചെയ്യുന്നത്. ആംബുലൻസ് ഉണ്ട്. നമ്മളിപ്പോൾ 1-2 കുട്ടികളെ നമ്മളങ്ങനെ വിട്ടു. ഏകദേശം ഒരു 10, 50, 60ഓളം പേര് വന്നിട്ടുണ്ടാവും. മെഡിസിനും എല്ലാം ഇവിടെ സൗജന്യം വരുന്നുണ്ട്. ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ട എല്ലാ ചികിത്സയും ഇവിടെ സാധിക്കും. സുഖമായിട്ട് അവർക്ക് മത്സരത്തിൽ പങ്കെടുക്കാം, ഒരു ബുദ്ധിമുട്ടുമില്ല. അതിന് വേണ്ട പെട്ടെന്ന് ഹീൽ ചെയ്യാവുന്ന മെഡിസിൻസൊക്കെ ഉണ്ട്. സ്പോർട്സിൻ്റെ മെഡിസിൻസ് തന്നെ ഇവിടെ ഉണ്ട്, അവൈലബിൾ ആണ്. അല്പം സാരമായി പരിക്കേറ്റ 2 പേരെ ആംബുലൻസിൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി. ഇതിനായി 2 ആംബുലൻസുകൾ ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാന കായികമേളയിൽ ഈ വിഭാഗത്തിൽ പ്രവർത്തിച്ചവർ ടീമിലുണ്ട്. 20ഓളം പേരടങ്ങുന്ന സംഘമാണ് സദാസമയം വൈദ്യസഹായവുമായി രംഗത്തുള്ളത്. തൃശൂർ റവന്യൂ ജില്ലാ കായികമേള 5ാം തവണയും ജില്ലയിൽ ലോങ് ജമ്പിൽ അശ്വതിക്ക് സ്വർണം. 5.38 മീറ്റർ ചാടിയാണ് അശ്വതി സ്വർണം സ്വന്തമാക്കിയത്. കഴിഞ്ഞ തവണ സംസ്ഥാന തലത്തിൽ നടന്ന കായികമേളയിൽ ലോങ് ജമ്പിനും ഹാഡിൽസിനും അശ്വതി വെങ്കലം നേടിയിരുന്നു. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 സയൻസ് വിദ്യാർത്ഥിനിയായ അശ്വതി ജൂനിയർ ഗേൾസ് വിഭാഗത്തിലാണ് സ്വർണം നേടിയത്. ചിട്ടയായ പരിശീലനവും മാതാപിതാക്കളും ഗുരുനാഥനും നൽകുന്ന മാർഗനിർദ്ദേശവുമാണ് തുടർച്ചയായി സ്വർണം കരസ്ഥമാക്കാൻ തനിക്ക് പ്രചോദനമായതെന്ന് അശ്വതി പറഞ്ഞു. രാജ്യാന്തര ലോങ് ജമ്പ് താരം ആൻസി സോജന്റെ പിന്മുറക്കാരിയായി ശ്രദ്ധേയ പ്രകടനം കാഴ്ചവെക്കാനുള്ള ഒരുക്കത്തിലാണ് അശ്വതി.
മറ്റു വാർത്തകളിലേക്ക്. വൈദ്യുതി ബോർഡ് ജീവനക്കാരുടെ കുടിശ്ശിക DA ഉടൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് യൂണിയൻ INTUC സംസ്ഥാന വ്യാപകമായി നടത്തിയ കരിദിനത്തോടനുബന്ധിച്ച് കുന്നംകുളം ഡിവിഷനിൽ പ്രതിഷേധ കരിദിനം നടത്തി. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സിബി കുട്ടി ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി KV ഗീവർ, കുന്നംകുളം റീജിയണൽ പ്രസിഡന്റ് KS രാധാകൃഷ്ണൻ, KSEB അസോസിയേഷൻ ഭാരവാഹികളായ സുരേഷ്, ആൻഡോ ജോർജ്, ടിജേഷ്, ഹരിലാൽ തുടങ്ങിയവർ സംസാരിച്ചു. പഴഞ്ഞി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലെ ജീർണാവസ്ഥയിലായിരുന്ന സ്റ്റേജ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി ഉദ്ഘാടനം ചെയ്തു. മുൻ MLA ബാബു എം പാലിശ്ശേരിയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച സ്റ്റേജ് കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിലായതിനെ തുടർന്നാണ് ജില്ലാ പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച 15 ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിച്ചത്. മേൽക്കൂരയുടെ ഷീറ്റുകൾ മാറ്റിയിട്ടുണ്ട്. ഡ്രസ്സിംഗ് റൂമിന്റെയും ബാത്റൂമിന്റെയും തകർന്ന വാതിലുകളും ജനലുകളും മാറ്റി സ്ഥാപിച്ചു. ചുറ്റും കട്ടവിരിച്ച് മനോഹരമാക്കുകയും തെരുവുനായ്ക്കളുടെയും സാമൂഹ്യവിരുദ്ധരുടെയും ശല്യം ഒഴിവാക്കാൻ സ്റ്റേജിന് ആവശ്യ സമയത്ത് നീക്കം ചെയ്യാവുന്ന തരത്തിലുള്ള ഗേറ്റും സ്ഥാപിച്ചു. മുൻ MLA ബാബു എം പാലിശ്ശേരിയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയ ശേഷം ജില്ലാ പഞ്ചായത്ത് മെമ്പർ പത്മം വേണുഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. അത് ടെൻഡർ നടപടിയുമായി മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെയാണ് ഒരു സാമ്പത്തിക വർഷം നമുക്ക് അതിനെ നീക്കിവെക്കേണ്ടി വന്നു. വളരെ സന്തോഷം ഉണ്ട്. ഈ സ്റ്റേജിൻ്റെ പണി തീർത്ത് കഴിയുമ്പോൾ നമ്മൾ അന്ന് ആ ഫുട്ബോൾ പ്രേമികളോട് പറഞ്ഞ ഒരു വാക്ക് പാലിക്കാൻ കഴിഞ്ഞു. അതിലുപരിയായി ബാബു എം പാലിശ്ശേരി MLA ആയിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഈ സ്റ്റേജിൻ്റെ നിർമ്മാണം ഉണ്ടായത്. PTA പ്രസിഡന്റ് സാബു ഐനൂർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ മുഖ്യാതിഥിയായി. വാർഡ് മെമ്പർ KT ഷാജൻ മാസ്റ്റർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ TS മണികണ്ഠൻ, സ്കൂൾ പ്രിൻസിപ്പാൾ വെങ്കിട്ടമൂർത്തി, ഹെഡ് മിസ്ട്രസ് മേഴ്സി മാത്യു, PT അംഗം അലി കോട്ടോൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ജില്ലാ പഞ്ചായത്തിൽ നിന്നും സ്കൂൾ ലൈബ്രറിയിലേക്കുള്ള പുസ്തകങ്ങൾ ലൈബ്രറി ഇൻചാർജ് രജിത ടീച്ചർ ഏറ്റുവാങ്ങി. ഈ ഭരണ കാലയളവിൽ സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉയർത്തുന്നതിന് 1 കോടിയോളം രൂപ അനുവദിച്ച പത്മ വേണുഗോപാലിനെയും സ്കൂളിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച പഞ്ചായത്ത് മെമ്പർ ഷാജൻ മാസ്റ്ററെയും സ്കൂൾ PTA ഉപഹാരം നൽകി ആദരിച്ചു. ഗുരുവായൂർ നഗരസഭ വികസന സദസ്സ് ഒക്ടോബർ 18-ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ചെയർമാൻ M കൃഷ്ണദാസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച രാവിലെ 11-ന് ഗുരുവായൂർ നഗരസഭ ഇന്ദിരാഗാന്ധി ടൗൺ ഹാളിൽ നടക്കുന്ന വികസന സദസ്സിൽ NK അക്ബർ MLA അധ്യക്ഷത വഹിക്കും. മണലൂർ MLA മുരളി പെരുന്നെല്ലി മുഖ്യാതിഥിയാകും. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, മുൻ MLA KV അബ്ദുൽ ഖാദർ, ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ എന്നിവർ വിശിഷ്ടാതിഥികളാകും. തുടർന്ന് വികസനം വളരുന്ന ഗുരുവായൂർ എന്ന ലക്ഷ്യത്തോടെ നാളത്തെ ഗുരുവായൂരിന്റെ വികസനത്തിന് ആവശ്യമായ അഭിപ്രായങ്ങൾ ചർച്ച ചെയ്യുവാനും പുതിയ ആശയങ്ങൾ രൂപീകരിക്കാനുമാണ് വികസന സദസ്സ് സംഘടിപ്പിക്കുന്നതെന്ന് ചെയർമാൻ M കൃഷ്ണദാസ് പറഞ്ഞു. വൈസ് ചെയർപേഴ്സൺ അനിഷ്മ ഷനോജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ A സായിനാഥൻ, ശൈലജ സുധൻ, ബിന്ദു അജിത് കുമാർ, AM ഷഫീർ, AS മനോജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കാലത്ത് 11 മണിക്കാണ് വികസന സദസ്സ്. 9 മണിക്ക് തന്നെ വികസന സദസ്സ് തുടങ്ങും. അതിൻ്റെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങും. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഗുരുവായൂർ നഗരസഭയുടെ വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ MLA മാർ, മുൻ MLA, ബഹുമാനായ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ പുനർനിർമ്മാണം പൂർത്തിയാക്കിയ പെലക്കാട്ടുപയ്യൂർ കോളങ്ങാട്ട് പുത്തൻപള്ളി ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനവും 73-ാം ഖാദ്രിയ റാത്തിബ് വാർഷികവും വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായി നടക്കുമെന്ന് മഹല്ല് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 120 വർഷമായി മഹലിന്റെ ആത്മീയ കേന്ദ്രമായി നിലകൊണ്ട കോളങ്ങാട്ട് പുത്തൻപള്ളി കാലഘട്ടത്തിനനുസൃതമായ രീതിയിൽ നവീകരണം പൂർത്തിയാക്കി. മഹല്ല് നിവാസികളുടെയും വിശ്വാസികളുടെയും സഹായത്താൽ നവീകരണം പൂർത്തിയാക്കിയ മസ്ജിദിന്റെ ഉദ്ഘാടന ചടങ്ങിന് വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 5:30-ന് ഘോഷയാത്രയോടെ തുടക്കമാകും. സമസ്ത കേന്ദ്ര മുശാഫറ അംഗം അബ്ദുസലാം ഭാഗവി മസ്ജിദിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ശേഷം മഗ്രിബ് നിസ്കാരത്തിന് നേതൃത്വം നൽകും. തുടർന്ന് ചേരുന്ന ചടങ്ങിൽ മഹല്ല് പ്രസിഡന്റ് EK ഹംസ ഹാജി അധ്യക്ഷത വഹിക്കും. അൻവർ സാദിഖ് ഫൈസി കാഞ്ഞിരപ്പുഴ മുഖ്യപ്രഭാഷണം നടത്തും. മതനേതാക്കളും ജനപ്രതിനിധികളും സമീപ മഹല്ലുകളിലെ ഖത്തീബുമാരും ചടങ്ങിൽ സംബന്ധിക്കും. മസ്ജിദിന്റെ പുനർനിർമ്മാണത്തിന് നേതൃത്വം നൽകിയ എഞ്ചിനീയർ MJ ജംഷീദിനെ ചടങ്ങിൽ ആദരിക്കും. മസ്ജിദിൽ 73 വർഷം മുൻപ് EK ഉമ്മർ ഹാജി സ്ഥാപിച്ച് മാസം തോറും നടത്തിവരുന്ന ഖാദ്രിയ റാത്തീബിന് ശനിയാഴ്ച രാത്രി 9 മണിക്ക് തുടക്കമാകും. EK ഉമറുൽ ഫാറൂഖ് നൂറാനി, EK അഹമ്മദുൽ കബീർ റിഫായി,
EK അലിമൂർ തള ആസനി, മഹല്ല് ഖതീബ് അലി അക്ബർ ഫൈസി, അബ്ദുൽ ഗഫൂർ അൻസരി, മുഹമ്മദ് സാലിം സഖാഫി, അഷ്റഫി തുടങ്ങിയവർ ഖാദ്രിയ റാത്തീബിന് നേതൃത്വം നൽകും. ഞായറാഴ്ച രാവിലെ 8:30 മുതൽ 11:30 വരെ ഭക്ഷണ വിതരണവും ഉണ്ടായിരിക്കും. മഹല്ല് ഭാരവാഹികളായ EK ഹംസ ഹാജി, EI ഹംസ, PR റഹീം, TS സിദ്ദിഖ്, MH ഷദീദ്, MJ ജംഷീദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നവംബർ 4 മുതൽ 7 വരെ എടക്കഴിയൂർ സിദി സാഹിബ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിന് ഉപജില്ലയിലെ വിദ്യാർത്ഥികളിൽ നിന്നും ലോഗോ ക്ഷണിക്കുന്നു. വിദ്യാർത്ഥികൾ A4 ഷീറ്റിൽ വരച്ച് തയ്യാറാക്കിയ ലോഗോ അതാത് സ്കൂളിലെ പ്രധാന അധ്യാപകനെ ഒക്ടോബർ 22 ബുധനാഴ്ചയ്ക്കുള്ളിൽ സമർപ്പിക്കേണ്ടതാണെന്ന് ചാവക്കാട് AEO VB സിന്ധു, പബ്ലിസിറ്റി കൺവീനർ നജീബ് മാസ്റ്റർ എന്നിവർ അറിയിച്ചു. LRBA ജീൻ മ്യൂട്ടേഷൻ എന്ന അപൂർവ രോഗം ബാധിച്ച് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ഒരുങ്ങുന്ന സഹോദരങ്ങളുടെ ചികിത്സയ്ക്കായി സഹായം നൽകി ചൂണ്ടൽ ലയൺസ് ക്ലബ്. ചൊവ്വന്നൂർ പഞ്ചായത്തിലെ ചെമ്മന്തിട്ട കളിയെടുത്ത് മനോജ് സുധ ദമ്പതികളുടെ മക്കളായ 12 വയസ്സുള്ള അവനിക, 7 വയസ്സുള്ള ആയുഷ് എന്നിവരുടെ ബോൺ മാരോ ശസ്ത്രക്രിയയ്ക്കായി സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള CCTV വാർത്തയെ തുടർന്നാണ് ചൂണ്ടൽ ലയൺസ് ക്ലബ്ബ് ധനസഹായം നൽകിയത്. ചൂണ്ടൽ ലേഡി ഇമാക്കുലേറ്റ് സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അവനിക. അസുഖത്തെ തുടർന്ന് 1 വർഷമായി സ്കൂളിൽ പോകാൻ സാധിക്കാത്ത സ്ഥിതിയിലാണ്. ചൂണ്ടൽ ലേഡി ഇമാക്കുലേറ്റ് സ്കൂളിലെത്തിയാണ് ലയൺസ് ക്ലബ്ബ് ഭാരവാഹികൾ ചികിത്സാ സഹായം കൈമാറിയത്. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ഷാജിലി ചെറുവത്തൂരിൽ പ്രധാനാധ്യാപിക സിസ്റ്റർ മരിയ ഗ്രേസ് സഹായധനം ഏറ്റുവാങ്ങി. ലയൺസ് ക്ലബ്ബ് സെക്രട്ടറി വിനോദ് കുട്ടൻ, ട്രഷറർ TT രാജൻ, മുൻ പ്രസിഡന്റുമാരായ മധു ചൂണ്ടൽ, VS സജി, സ്കൂൾ സ്റ്റാഫ് പ്രതിനിധി സിജിൽ ടീച്ചർ എന്നിവർ സംസാരിച്ചു. 17 വയസ്സുകാരിയെ വീട്ടിൽ അതിക്രമിച്ചു കയറി പീഡിപ്പിച്ചു ഗർഭിണിയാക്കിയ കേസിൽ 27-കാരന് 50 വർഷം കഠിന തടവും 2.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ. ചാവക്കാട് പുത്തൻകടപ്പുറം പണിക്ക വീട്ടിൽ ജംഷീറിനെയാണ് ചാവക്കാട് പ്രത്യേക അതിവേഗ കോടതി ജഡ്ജ് S ലിഷ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷിച്ചത്. പെൺകുട്ടി ഗർഭിണിയാണെന്ന് വീട്ടുകാർ കണ്ടെത്തുകയും തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതോടെ ആശുപത്രി അധികൃതർ ചാവക്കാട് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. അതിജീവിതയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചാവക്കാട് SI CK രാജേഷ് കേസ് രജിസ്റ്റർ ചെയ്തു. ചാവക്കാട് ഇൻസ്പെക്ടർമാരായ KP ജയപ്രസാദ്, ബോബിൻ മാത്യു, വിപിൻ K വേണുഗോപാൽ എന്നിവർ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചു. കേസിൽ പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് C നിഷ എന്നിവർ ഹാജരായി. കോർട്ട് ലൈസൺ ഓഫീസർമാരായ MR സിന്ധു, A പ്രസീത എന്നിവർ കോടതി നടപടികൾ ഏകോപിപ്പിച്ചു. കന്നിമാസത്തിലെ ആയില്യത്തോടനുബന്ധിച്ച് നാഗക്കാവുകളിൽ പ്രത്യേക പൂജകൾ നടന്നു. വിശദാംശങ്ങളിലേക്ക്. വേലൂർ വെങ്ങിലശ്ശേരി മണിമലർക്കാവ് ദേവീക്ഷേത്രത്തിൽ ക്ഷേത്രമേൽശാന്തി വൈകുണ്ഠം നാരായണൻ നമ്പൂതിരി കാർമ്മികനായി. ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്ട്, പ്രസിഡന്റ് ശ്രീരാമൻ തെക്കോട്ട്, സെക്രട്ടറി സുജീഷ് അരുവാത്തോട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ ചടങ്ങുകൾക്ക് ക്ഷേത്രമേൽശാന്തി അനീഷ് കൈലാസം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അമൽ കൈലാസം പരികർമ്മിയായി. ദേവസ്വം ജീവനക്കാർ, ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി K ചന്ദ്രദാസ്, പൂരകമ്മിറ്റി സെക്രട്ടറി ജയൻ മാരാത്ത്, കോമരം മാരാത്ത് വാസുദേവൻ, മുൻ സെക്രട്ടറി രാജു മാരാത്ത്, മാതൃസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചമനൂർ മാഞ്ചിറക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ക്ഷേത്രമേൽശാന്തി തത്തമംഗലം മന നാരായണൻകുട്ടി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് രാജൻ പണ്ടാരപ്പറമ്പിൽ, വൈസ് പ്രസിഡന്റ് സുനിൽകുമാർ പാറക്കാട്ട്, സെക്രട്ടറി സുരേഷ് ബാബു പാലയ്ക്കൽ, ജോയിന്റ് സെക്രട്ടറി രമേശ് കരുപ്പളയിൽ, ഖജാൻജി പുഷ്പാകരൻ പാറക്കാട്ട്, മറ്റ് ക്ഷേത്രഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകി. കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ കാർലി വടക്കുംപാട്ടുമന നാഗശിവക്ഷേത്രത്തിൽ രാവിലെ വടക്കുംപാട്ടുമനയിലെ ഗോവിന്ദൻ നമ്പൂതിരി, പശുപതി നമ്പൂതിരി എന്നിവരുടെ മുഖ്യകാർമ്മികത്വത്തിൽ വിവിധ പൂജകളും പ്രാർത്ഥനകളും നടന്നു. പാലും നൂറും സമർപ്പണം, പായസഹോമം, വിശേഷ സർപ്പപൂജ, കദളിപ്പഴവും നെയ്വിളക്കും, നാവോറുപാട്ട്, വിശേഷ തട്ട് നിവേദ്യം തുടങ്ങിയ പ്രധാന വഴിപാടുകൾക്കായി വലിയ തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. ആയില്യ മഹോത്സവത്തോടനുബന്ധിച്ചുള്ള പ്രസാദകൂട്ടിൽ 100 ആളുകൾ പങ്കെടുത്തു. പെരുമ്പിലാവ് ആൽത്തറ കൊടിക്കുന്നത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ക്ഷേത്രമേൽശാന്തി രഞ്ജിത്ത് നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രത്തിലെത്തിയ ഭക്തജനങ്ങൾക്ക് മഞ്ഞൾ പ്രസാദവും 100 പാലും, കദളിപ്പഴം, പായസം തുടങ്ങിയ പ്രസാദങ്ങൾ വിതരണം ചെയ്തു. ചടങ്ങുകൾക്ക് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകി. പോർക്കളങ്ങാട് മണികണ്ഠ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും മഞ്ഞളാടലും സർപ്പപൂജയും ക്ഷേത്രം തന്ത്രിയും ഗുരുവായൂർ കീഴ്ശാന്തിയുമായ തേലമ്പറ്റ മനയ്ക്കൽ കേശവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. 400ഓളം ഭക്തർ സന്നിഹിതരായ ചടങ്ങുകൾക്ക് മണികണ്ഠ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് CR ജിതിൻ രാജ്, സെക്രട്ടറി KP അഭിജിത്ത്, ട്രഷറർ MK നിവേദ്, കീഴ്ശാന്തി മധു മഠത്തിൽ എന്നിവർ നേതൃത്വം നൽകി.
പ്രശസ്ത നാദസ്വര കലാകാരൻ സിവിൻ ചൊവ്വലൂർപ്പടിയുടെ നാദസ്വര കീർത്തനങ്ങൾ മഹോത്സവത്തിന് മാറ്റുകൂട്ടി. പ്രഭാത ഭക്ഷണവും ഒരുക്കിയിരുന്നു. പുതുശ്ശേരി ശ്രീ അയ്യംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ മേൽശാന്തി പട്ലയിലത്ത് രമേശ് ഭട്ടിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്ത ആയില്യദിന മഹോത്സവത്തിന് ക്ഷേത്രം ഭാരവാഹികളായ ചന്ദ്രശേഖരൻ പുതുശ്ശേരി, UK ബിനീഷ്, CS ജിജി എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകി. ഗുരുവായൂരിൽ കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുന്നതിനും ഉൽപാദന മേഖലയിൽ സ്വയം പര്യാപ്തത നേടുന്നതിനും വേണ്ടി ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം വിഭാവനം ചെയ്ത് കദളിവനം കദളിവാഴ കൃഷിയുടെ നടീൽ ഉത്സവത്തിന്റെ ഉദ്ഘാടനം സെന്റ് ആന്റണീസ് CUP സ്കൂളിൽ നഗരസഭാ ചെയർപേഴ്സൺ M കൃഷ്ണദാസ് നിർവഹിച്ചു. നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ AM ഷെഫീർ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു അജിത് കുമാർ, വാർഡ് കൗൺസിലർ അജിത ദിനേശൻ, കൗൺസിലർ PK നൌഫൽ, ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ നോയൽ, സിസ്റ്റർ മദർ സുപ്പീരിയർ ഷൈനി മരിയ, അസിസ്റ്റന്റ് എഞ്ചിനീയർ അഭി എന്നിവർ സംസാരിച്ചു. വാർഷിക പദ്ധതിയിൽ 2 ലക്ഷം രൂപ വകയിരുത്തി 25 ക്ലസ്റ്ററുകളിൽ 5000 കദളിവാഴകളാണ് കൃഷിക്കായി ഒരുക്കിയിരിക്കുന്നത്. വടക്കേക്കാട് കാട്ടകമ്പാൽ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പെങ്ങാമുക്ക് കരിച്ചാൽ കടവ് പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ നിർമ്മാണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്രോച്ച് റോഡ് നിർമ്മിക്കുന്ന സ്ഥലത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാനായി പമ്പ് ചെയ്തു വറ്റിച്ചാണ് നിർമ്മാണം നടത്തുന്നത്. പാലത്തിന്റെ സ്ലാബുകളെല്ലാം സ്ഥാപിക്കുന്ന പണി പൂർത്തിയായി. കൈവരികളും നിർമ്മിച്ചു. അപ്രോച്ച് റോഡിന്റെയും ബണ്ടിന്റെയും വശം ബലപ്പെടുത്തൽ മാത്രമാണ് ബാക്കിയുള്ളത്. 2018 കരിച്ചാൽ കടവ് പാലം കം ചെക്ക് ഡാമിന്റെ നിർമ്മാണം തുടങ്ങിയത്. 18 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാനാണ് പദ്ധതിയിട്ടിരുന്നതെങ്കിലും പൂർത്തിയായില്ല. 4 വർഷത്തിന് ശേഷവും നിർമ്മാണം പൂർത്തിയാകാത്തതോടെ സർക്കാർ കരാർ റദ്ദാക്കി. തുടർന്ന് പുതിയ കരാറുകാരൻ പണി ഏറ്റെടുത്തതോടെയാണ് നിർമ്മാണം വേഗത്തിലായത്. പാലം പണി പൂർത്തിയാകുന്നതോടെ നാട്ടുകാരുടെ പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പിന് വിരാമമാകും. ലോക ഭക്ഷ്യദിനത്തോടനുബന്ധിച്ച് വിദ്യാലയങ്ങളിൽ ദിനാചരണം നടത്തി. ഭക്ഷണ പദാർത്ഥത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയുള്ള വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബെഡ്സ് ബഥാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ലോക ഭക്ഷ്യദിനം ആചരിച്ചു. ഭക്ഷ്യ സുരക്ഷ ഉറപ്പുവരുത്തുക, പോഷകാഹാരം ലഭ്യമാക്കുക, സുസ്ഥിര ഭക്ഷ്യ സംവിധാനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ദിനാചരണം ലക്ഷ്യമാക്കുന്നതെന്ന് പ്രിൻസിപ്പാൾ ഷേബ ജോർജ് പറഞ്ഞു. ദിനാചരണത്തോടനുബന്ധിച്ച് 3ാം ക്ലാസ് വിദ്യാർത്ഥികൾ ഭക്ഷണത്തിന്റെ പ്രാധാന്യം, ആവശ്യകത എന്നിവ വ്യക്തമാക്കുന്ന പ്രസംഗം, സ്കിറ്റ്, ഡാൻസ് എന്നിവ അവതരിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC, വൈസ് പ്രിൻസിപ്പാൾ C രാധാമണി, അധ്യാപകരായ PN പ്രീതി, C ലതിക, വിനി വിൽസൺ, VTV ചിരൻ എന്നിവർ നേതൃത്വം നൽകി. തൊഴിയൂർ CMUP സ്കൂളിൽ PTA കമ്മിറ്റിയുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ ഫുഡ് ഫെസ്റ്റ് നടത്തി. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ കോർപ്പറേറ്റ് മാനേജർ ഫാദർ വർഗീസ് വാഴപ്പള്ളി ഭക്ഷ്യമേള ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് വിജി വില്യംസ് അധ്യക്ഷത വഹിച്ചു. MPTA പ്രസിഡന്റ് ആശ ഷിബു, അധ്യാപകരായ ALCG ജിഷ പോൾസൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. എണ്ണപ്പലഹാരങ്ങൾ, ഉപ്പിലിട്ടവ, ജ്യൂസുകൾ, പായസം, കിഴങ്ങു വിഭവങ്ങൾ തുടങ്ങി വ്യത്യസ്തമായ രുചി വൈവിധ്യങ്ങളാണ് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും നേതൃത്വത്തിൽ ഒരുക്കിയിരുന്നത്. പ്രദേശവാസികളും സ്കൂളിലെത്തി മേളയിൽ പങ്കെടുത്തു. വാഗ മാരുതി UP സ്കൂളിൽ ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം ആചരിച്ചു. സ്കൂൾ ഹാളിൽ നടന്ന ഭക്ഷ്യ സുരക്ഷാ ദിനാചരണം PTA പ്രസിഡന്റ് K ബാബു ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച പ്രധാന അധ്യാപിക VV സ്മിത ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. MPTA പ്രസിഡന്റ് സിമി ഷിബു ഭക്ഷ്യദിന സന്ദേശം നൽകി. വിദ്യാർത്ഥികൾ വിവിധതരം പലഹാരങ്ങളും നാടൻ വിഭവങ്ങളും കൊണ്ടുവന്ന് സ്കൂളിൽ പ്രദർശിപ്പിച്ചു. വിജി ടീച്ചർ ഭക്ഷ്യദിന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. തിരുവത്ര കുഞ്ചേരി GMLP സ്കൂളിൽ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു. നാട്ടുരുചി 2025 എന്ന പേരിൽ നാടൻ പലഹാരങ്ങൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നതിനായാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. വിവിധതരം അപ്പങ്ങൾ, പുട്ടുകൾ, അടകൾ, കൊഴുക്കട്ട തുടങ്ങി ആവിയിൽ വേവിച്ചതും ചുട്ടെടുത്തതുമായ പലഹാരങ്ങൾ മേളയിൽ പ്രദർശിപ്പിച്ചു. നാടൻ ഭക്ഷണങ്ങളുടെ പോഷകമൂല്യങ്ങളെക്കുറിച്ചും നല്ല ഭക്ഷണശീലങ്ങളെക്കുറിച്ചും പ്രധാനാധ്യാപിക KB ബേബി കുട്ടികളോട് വിശദീകരിച്ചു. കൺവീനർ സഫീന ഹംസ, അധ്യാപകരായ NA ഹസീന, CS ബിന്ദു, M റസീന, ഫെമിഷ, വിദ്യ, മുംതാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. CCC ഗുരുവായൂരിന്റെ 55ാം വാർഷികം ശനിയാഴ്ച നടക്കും. ദർശനം 2025 എന്ന പേരിൽ സ്മരണിക പ്രകാശനം, സാംസ്കാരിക സമ്മേളനം, കലാപരിപാടികൾ, നാടകം തുടങ്ങി വിപുലമായാണ് വാർഷികാഘോഷം സംഘടിപ്പിക്കുക. ഒക്ടോബർ 18 ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് ഗുരുവായൂർ മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് പരിപാടികൾ നടത്തുന്നത്. NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്യും. മുൻ MLA KV അബ്ദുൽ ഖാദർ, നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി, നാടക കലാകാരൻ CG സുനിൽകുമാർ, വാർഡ് കൗൺസിലർ KPA റഷീദ്, നടൻ ശിവജി ഗുരുവായൂർ, കവി ഗുരുവായൂർ കൃഷ്ണൻകുട്ടി തുടങ്ങി സമുന്നത വ്യക്തിത്വങ്ങൾ പങ്കെടുക്കും.
CCC ഗുരുവായൂർ നേതൃത്വത്തിൽ ഞാറ്റുപാട്ട് നാടകം അവതരണവും ഉണ്ടാകും. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 11,865 രൂപ, പവന് 94,920 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 193 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൗമാര പ്രതിഭകളുടെ കായിക മാമാങ്കത്തിന് കുന്നംകുളത്ത് തുടക്കമായി. പുതിയ വേഗവും ദൂരവും ഉയരവും തേടി 12 ഉപജില്ലകളിൽ നിന്നായി കായിക മാമാങ്കത്തിൽ മാറ്റുരയ്ക്കുന്നത് 4000-ഓളം പ്രതിഭകൾ. ആദ്യ ദിനം പോയിന്റ് നിലയിൽ മുന്നിൽ, തൊട്ടുപിന്നിൽ കനത്ത മഴയെയും വെളിച്ചക്കുറവിനെയും തുടർന്ന് ആദ്യ ദിനത്തിലെ 5 മത്സരങ്ങൾ രണ്ടാം ദിവസത്തേക്ക് മാറ്റി. റവന്യൂ ജില്ലാ കായികമേള നിസ്സഹകരണ സമരത്തിന്റെ ഭാഗമായി കായികോത്സവ വേദിയിലേക്ക് സംയുക്ത കായിക അധ്യാപക സംഘടനയുടെ മാർച്ച്. കായികോത്സവവുമായി സഹകരിക്കുമെന്നും തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരുമെന്നും സംയുക്ത കായിക അധ്യാപക സംഘടനാ ഭാരവാഹികൾ. വടക്കാഞ്ചേരി കുന്നംകുളം റൂട്ടിലെ സ്വകാര്യ ബസ് പണിമുടക്ക് അവസാനിപ്പിച്ചു. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ കുന്നംകുളം ACP CR സന്തോഷിന്റെ നേതൃത്വത്തിൽ ബസ് ജീവനക്കാരുടെ സംഘടനാ ഭാരവാഹികളുമായി നടന്ന ചർച്ചയിലാണ് തീരുമാനം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.